ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ മലയാള വാക്കുകൾ നിങ്ങൾ അറബി പറയണേ. ഓക്കെ. കേരളം ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സംസ്ഥാനമാണ്. ഷിമാലിൽ ഹിന്ദ്. തെക്ക് ഭാഗം ഷിമാലാണോ? ജുനൂബിൽ ഹിന്ദ്. ഷിമാൽ വടക്കാണ്, നോർത്താണ് ഷിമാൽ. ജുനൂബാണ് സൗത്ത്. തെക്ക് സൗത്ത്. മനസ്സിലായില്ലേ? ജുനൂബ് എന്നാ പറയാം. അപ്പം കേരളം ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സംസ്ഥാനമാണെന്ന് എങ്ങനെ പറയും? ഓക്കെ. തഖഉ ഫി ജുനൂബിൽ ഹിന്ദ് ഔ വിലായത്ത് കേരള ഫി ജുനൂബിൽ ഹിന്ദ്. ഓക്കെ, മാഷാ അല്ലാഹ്. ഇവിടെ കാലാവസ്ഥ വളരെ മനോഹരമാണ്. അൽ ജവു ഹുന ജമീൽ നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, കാര്യം നടക്കാൻ ഇത് മതി. അൽ ജവു ഹുന ജമീൽ എന്നാൽ ഇവിടെ അന്തരീക്ഷം വളരെ നല്ലതാണെന്ന് അർത്ഥം. ജവ് അന്തരീക്ഷം, ബിഅ പരിസ്ഥിതി. ലബുദ്ദ അൻ തകൂന ഹുന ബിഅത്തുൻ അറബിയ്യ. ഇവിടെ ഒരു അറബി പരിസ്ഥിതി ഉണ്ടാവണം. ലബുദ്ദ അൻ യകൂന ഹുന ജവ്വുൻ അറബിയ്യുൻ. ഇവിടെ ഒരു അറബി അന്തരീക്ഷം ഉണ്ടാവണം. ഓക്കെ. ജവ് എന്താണ്? അന്തരീക്ഷം. ബിഅത്ത് എന്താ? ബിഅത്ത് പരിസ്ഥിതി. കാലാവസ്ഥയ്ക്ക് പറയുന്ന പേര് മുനാഖ് എന്നാണ്. ഓക്കെ. കാലാവസ്ഥ ക്ലൈമറ്റ് എന്ന് പറയും. ക്ലൈമറ്റും വെതറും തമ്മിൽ എന്താ വ്യത്യാസം? വെതറോ? ക്ലൈമറ്റിൻ്റെ പര്യായ പദമാണ് വെതർ എന്നാണ് മോൻ പഠിച്ചത്. അതെവിടുന്നാണ് പഠിച്ചത്? മോനെ, ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിന് പറയും. വെതർ എന്ന് പറയുന്നത് തൽക്കാലം ഇന്നത്തെ അവസ്ഥ വെതർ എന്ന് പറയുന്നത്. ഇന്നത്തെ വെതർ എന്ന് പറയും. മനസ്സിലായല്ലേ? കേരളത്തിലെ ക്ലൈമറ്റ് എങ്ങനെയാണ്? കേരളത്തിലെ ക്ലൈമറ്റ് എന്താണ്? ട്രോപ്പിക്കലാണ്, അല്ലെങ്കിൽ മൺസൂണാണ്. ഈ മുഴുവനായിട്ടുള്ളൊരു അവസ്ഥയെ പറ്റി പറയുമ്പോൾ ക്ലൈമറ്റ് എന്ന് പറയാം. അന്നുള്ള റിപ്പോർട്ടൊക്കെ പറയുമ്പോൾ സാധാരണ വെതർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് പറയുന്നവർ തഖ്സ് എന്നാണ്. വെതറിന് പറയുന്നവർ തഖ്സ് എന്നാണ്. ക്ലൈമറ്റിന് പറയുന്നവർ മുനാഖ് എന്നാണ്. ഓക്കെ. അപ്പം നിങ്ങൾ പറഞ്ഞ ജവ്. ഓക്കെ. ഇനി വേണമെങ്കിൽ ബിഅ പറയാം. അവിടുത്തെ പരിസ്ഥിതി മനോഹര എന്ന് പറയാം, അന്തരീക്ഷം മനോഹരമാണെന്ന് പറയാം, മുനാഖ് എന്ന് പറയാം, ക്ലൈമറ്റ് എന്ന അർത്ഥത്തിൽ. ഓക്കെ. അപ്പം ഇവിടെ കാലാവസ്ഥ വളരെ മനോഹരമാണെന്ന് പറയാം. എങ്ങനെ പറയാം? ഏത് വാക്കും പറയാം. സിമ്പിളാണ് നിങ്ങൾ പറഞ്ഞ വാക്ക്. അൽ ജവു ഹുന ജമീൽ, അൽ ബിഅത്തു ഫി കേരള ജമീല, അല്ലെങ്കിൽ മുനാഹു കേരള ജയ്യിദ് അല്ലെങ്കിൽ ജമീൽ. ഓക്കെ. കാണാൻ അതിസുന്ദരമാണ് കേരളം. ഫി കേരള മനാദിർ ജമീല. വിലായത്തു കേരള ജമീലത്തുൽ മനാദിർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിലായത്തു കേരള ജമീല എന്ന് പറയാം, അല്ലെങ്കിൽ ഫി കേരള മനാദിർ ജമീല. കേരളത്തിൽ മനോഹരമായ കാഴ്ചകളുണ്ടെന്ന് പറയാം. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിയുന്നു എന്നതാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പദാനുപദം പറയാനൊന്നുമില്ല. ഈ ആശയം നിങ്ങൾക്ക് നല്ല വാക്കിൽ പറയാം. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിയുന്നു എന്നതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ സിമത്തു ഹാദിഹിൽ ബിലാദ്, ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഖാസത്തു ഹാദിഹിൽ ബിലാദ്, ഖാസത്തു കേരള, അല്ലെങ്കിൽ മിൻ സിമാതി കേരള എന്ന് പറയാം, അല്ലെങ്കിൽ സിമത്തു കേരള എന്ന് പറയാം. എൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. ഓക്കെ. നിങ്ങളെന്താ പറഞ്ഞത്? ഇപ്പോൾ രണ്ട് സെൻറ്റൻസ് ആക്കി പറയാം. ജനങ്ങൾ എവിടെ സമാധാനത്തോടെ കഴിയുന്നു അത് പറയാം. ജനങ്ങൾ എവിടെ സൗഹാർദ്ദത്തിൽ. സെൻറ്റൻസ് ഞാൻ ചെറുതാക്കി തരാം. ജനങ്ങൾ എവിടെ സൗഹാർദ്ദത്തിൽ കഴിയുന്നു അതെങ്ങനെ പറയും? യസ്കുനു അഹ്ലുഹാ ഫി സലാം, യസ്കുനു അഹ്ലുഹാ ഫി ഹുബ്ബിൻ വ തഹാബ്. പരസ്പര സ്നേഹം. യസ്കുനു അഹ്ലുഹാ ഫി സലാം, അവിടുത്തെ ജനങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നു. ഹാദ ഖാസത്തു കേരള, ഇത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ. നിങ്ങൾക്ക് സെൻറ്റൻസ് ചെറുതാക്കി തന്നതാണ്, മുമ്പത്തെ ഖബർ മാത്രമാക്കി തന്നതാണ്. അല്ലെങ്കിൽ മിൻ സിമാതി കേരള, അല്ലെങ്കിൽ മിൻ ഖാസത്തു കേരള അന്ന അഹ്ലഹ യസ്കുനൂന ഫി സലാമിൻ വ ഹുബ്ബിൻ, അവർ സ്നേഹത്തിലും സമാധാനത്തിലും കഴിയുന്നു. ഓക്കെ. തവാദ് എന്ന് പറയാം. തഫാഉൽ ബാബിൽ പരസ്പരം എന്നുള്ള അർത്ഥം വരുന്നില്ലേ? ഇപ്പം തഹാബ്, തവാദ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് വരും? പരസ്പര സ്നേഹത്തിൽ, പരസ്പര സഹകരണത്തിൽ എന്നുള്ള അർത്ഥം വരും. വർഗീയതയ്ക്ക് കേരളത്തിൽ സ്ഥാനമില്ല.
ആ ലൈസ ഫി കേരള തായിഫിയ, കേരളത്തിൽ വർഗീയതയില്ലെന്ന് പറഞ്ഞു. ലൈസ ഫി കേരള മക്കാനുൻ ലി തായിഫിയ, അതിനിവിടെ സ്ഥാനമില്ല, സ്പേസ് ഇല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ലാ തായിഫിയത ഫി ഹാദിഹിൽ ബിലാദ്, ഈ നാട്ടിൽ വർഗീയതയില്ല, വർഗീയതയ്ക്ക് ലൈസ ഹുനാക അയ്യു മജാലിൻ ലി തായിഫിയ, ഇവിടെ ഒരു അവസരവുമില്ല, വർഗീയതക്കുള്ള അവസരമില്ല. മജാൽ അല്ലെങ്കിൽ മക്കാൻ അല്ലെങ്കിൽ ലാ തായിഫിയത ഫി ഹാദിഹിൽ ബിലാദ്, ഇവിടെ വർഗീയതയില്ല. അങ്ങനെ പല രീതിയിൽ പറയാം. തായിഫിയാണ്, ഹിസ്ബിയ, തായിഫിയ, ഉൻസുരിയ, ഇതൊക്കെയാണ് റേസിസം. അതുപോലെ തന്നെ സെക്ടേറിയനിസം, പക്ഷപാതം, ഇതിനൊക്കെ പറയുന്ന വാക്ക് തായിഫിയ, ഉൻസുരിയ തുടങ്ങിയ വാക്കുകളാണ്. ഹിസ്ബിയ, കക്ഷിത്വം. രാഷ്ട്രീയപരമായി ഇവിടെ ഇടതു വലതുപക്ഷ പാർട്ടികളുണ്ട്. രാഷ്ട്രീയപരമായി ഇവിടെ ഇടതു വലതുപക്ഷ പാർട്ടികളുണ്ട്. രാഷ്ട്രീയപരമായി, സാമൂഹ്യപരമായി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സിയാസിയൻ, ഇജ്തിമാഇയ്യൻ, അത് ആ ഇതിനെ സൂചിപ്പിക്കാനത് പറ്റും. ഓക്കെ. ഹുന ഫി കേരള അഹ്സാബുൻ യമീനിയത്തുൻ വയസാരിയത്തുൻ സിയാസിയൻ, അതെല്ലായിടത്തും ഉണ്ടാവും. അടുത്ത വലതുപക്ഷ പാർട്ടികൾ എല്ലായിടത്തും ഉണ്ടാവും. ഹുന ഇവിടെയുണ്ട് അഹ്സാബ്, പാർട്ടിക്ക് ഹിസ്ബ് എന്ന് പറയും, ഹിസ്ബ് പാർട്ടി. ഓക്കെ. ഫിർഖ എന്ന് പറയാം, ഹിസ്ബ് എന്ന് പറയാം. ഹിസ്ബ കൂടുതൽ നല്ലത് പാർട്ടിക്ക് പറയാൻ. അഹ്സാബുൻ യമീനിയ വയസാരിയ, ഇടതു വലതുപക്ഷ പാർട്ടികളുണ്ട്. സിയാസിയൻ, രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ഇടതു വലതുപക്ഷ പാർട്ടികളുണ്ട്. അപ്പം രാഷ്ട്രീയപരമായി എന്ന് പറയുമ്പോൾ സിയാസിയൻ, പാർട്ടി എന്നതിന് അഹ്സാബ് എന്ന് പറയും, ഹിസ്ബ്, അഹ്സാബ്. യമീനിയ, യസാരിയ എന്നൊക്കെ പറഞ്ഞാൽ വലത് ഇടതുപക്ഷം നടത്താം. ഓക്കെ. ഞാൻ ഒരു സെൻറ്റൻസ് ആയിട്ട് പറയാം. ഹുന അഹ്സാബുൻ യമീനിയ വയസാരിയ, വലതുപക്ഷം കോൺഗ്രസും ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. അത്വായിഫുൽ യമീനി അല്ലെങ്കിൽ അൽ ഹിസ്ബുൽ യമീനി ഹുവ കോൺഗ്രസ്, വൽ ഹിസ്ബുൽ യസാരി ഹുവ അഷ്ശുയൂഇയ്യ. അഷ്ശുയൂഇയ്യ, കമ്മ്യൂണിസ്റ്റിന് എന്ത് പറയും? ഷുയൂഇയ്യ എന്ന് പറയും. മുസ്ലിംകളുടെ ജനസംഖ്യ ഇവിടെ 25 മുതൽ 30% വരെ വരും. ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? ശതം എന്ന് പറഞ്ഞാൽ 100, 100ൽ എത്ര എന്നുള്ളതാണ്. പെർസെൻറ്റ് ഇതേപോലെയാണ് അറബിയിലും. ഫിൽമി എന്ന് പറഞ്ഞാൽ എത്ര? ശതമാനം. ശതമാനം നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്താ? 100ൽ എത്ര എന്നാ? ശതമാനം, 100ൽ എത്ര. പെർസെൻറ്റ്, 10% എന്ന് പറഞ്ഞാൽ 100ൽ 10 നടത്താം. ഇതേപോലെ അറബിയിലും ഫിൽമി. അദദു സുക്കാനിൽ മുസ്ലിമീന ഫി കേരള, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ എണ്ണം. അദദു സുക്കാൻ എന്ന് പറയാം ജനസംഖ്യക്ക്. അദദു സുക്കാനിൽ മുസ്ലിമീന ഫി കേരള മിൻ 25 ഇലാ 30 ഫിൽ മിഅ. മിൻ 25 ഇലാ 30 ഫിൽ മിഅ. കേരളത്തിലെ മുസ്ലിമുകളുടെ എണ്ണം 25 മുതൽ 30 വരെയാണ്. ഫിൽ മിഅ എന്ന് പറഞ്ഞാൽ ശതമാനമായി. കേരളത്തിൽ മുസ്ലിമീങ്ങൾ സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഉയർന്ന നിലയിലാണ്. പറയാം. ഉലുബ് എന്ന് പറഞ്ഞാൽ മുകൾ എന്നർത്ഥം. അൽ മുസ്ലിമുന കേരള, അൽ മുസ്ലിമുന ഫി കേരള, ഉയർന്നവരാണെന്ന് എന്താണ് പറയാം? റാഫി എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നവർ എന്നർത്ഥം. മുർത്തഫിഉൻ എന്ന് പറയാം, അല്ലെങ്കിൽ മുർത്തഫിഉൻ ഉയർന്നവർ എന്ന് പറയാം, അല്ലെങ്കിൽ പുരോഗതി ഇർത്തക്ക പറയാം. ഇർത്തക്ക നിങ്ങളെ ഇറഗുലർ വേർഡാണ്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. കോമൺ ആയിട്ട് സാധാ വാക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആശയം കൈമാറാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിമുകൾ ഉയർന്ന അവസ്ഥയിലാണ്. ഉയർന്ന അവസ്ഥക്ക് എന്ത് പറയും? ഫി ദറജത്തിൻ ആലിയ അല്ലെങ്കിൽ ഫി ഹാലത്തിൻ മുർത്തഫിഅ. ഓക്കെ. സിമ്പിളായിട്ടുള്ള വാക്ക് ചേർത്ത് പറയാൻ പറ്റും. ഉലുവ് എന്ന് പറയുമ്പോൾ വെറും ഉലുവ് മസ്തറാണ്, മുകൾ എന്നുള്ള അർത്ഥം. റാഫി എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നവർ എന്നുള്ള അർത്ഥം. ഉയർന്നവർ എന്നാൽ മുർത്തഫിഅ എന്നാ പറയാം. അപ്പം അൽ മുസ്ലിമുന ഫി കേരള ഫി ദറജത്തിൻ ആലിയ അല്ലെങ്കിൽ മുർത്തഫിഊന അല്ലെങ്കിൽ മുർത്തഖൂൻ പുരോഗമിച്ചവരാണ്, മുർത്തഫിഊൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഫി ദറജത്തിൻ ജയ്യിദ അല്ലെങ്കിൽ ഫി മക്കാനത്തിൻ മുംതാസ, നല്ല ഡെസിഗ്നേറ്റഡ് പൊസിഷനിലാണെന്ന് പറയാം. ഏത് വാക്കും ഉപയോഗിക്കാം കേട്ടോ, ഏത് വാക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബി മക്കാനത്തിൻ ആലിയ അല്ലെങ്കിൽ ബിദറജത്തിൻ ആലിയ, ഉയർന്ന പദവിയിലാണ്, ഉയർന്ന സ്ഥാനത്താണ്. മുർത്തഫിഉൻ ഉയർന്നവരാണ്. ഇപ്പം മലയാളത്തിൽ നമ്മൾ പല രീതിയിലല്ല പറയുന്നത്. ഉയർന്ന സ്ഥാനത്താണെന്ന് പറയും, ഉയർന്നവരാണെന്ന് പറയും, നല്ല നിലയിലാണെന്ന് പറയും, ദറജ പറയാം, മക്കാന പറയാം. അപ്പം അൽ മുസ്ലിമുൻ ഫി കേരള ഫി ബി മക്കാനത്തിൻ ആലിയ, രാഷ്ട്രീയപരമായി സാമൂഹ്യപരമായി സാമ്പത്തികമെന്നൊക്കെ എങ്ങനെ പറയാം? ഇഖ്തിസാദിയൻ വജ്തിമാഇയൻ വസിയാസിയൻ. ഇജ്തിമാഇയൻ സാമൂഹ്യമായി,
ഇഖ്തിസാദിയ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തികമായി, രാഷ്ട്രീയമായി, സിയാസിയ്യൻ. കഴിഞ്ഞല്ലോ? ഓക്കെ അല്ലേ? ജസാക്കല്ലാഹ് ഖൈർ. നിങ്ങൾ വിചാരിക്കുന്നത്ര പണിയില്ല ഇത് കേട്ടോ, എളുപ്പമാണ്. ചെറിയ ചെറിയ വാക്കുകൾ പരിശീലിച്ച് പഠിക്കുന്നു, അത് പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറും. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ.